വെൽക്കം ടു കറി ലീവ്സ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ആലു പൊറോട്ടയും പുതിന ചട്നിയും ടൊമാറ്റോ ചട്നിയുമാണ്. വരും നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കാന്ന്. പത്ത് ആലു പൊറോട്ട എന്ന കണക്കിൽ 2 വലിയ ഉരുളക്കിഴങ്ങും ഒരു ചെറിയ ഉരുളക്കിഴങ്ങും 5 മിനിറ്റ് കുക്കറിൽ വേവിച്ചെടുത്തു. ഒരു വലിയ ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. 4-5 വെളുത്തുള്ളിയും 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചിയും ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും മുറിച്ച് വെച്ചിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് തോലോട് കൂടിയാണ് ഞാൻ വേവിച്ചത്, അതുകൊണ്ട് ഇതിൻ്റെ തോല് കളഞ്ഞ് ഇത് ഉടച്ചെടുക്കാം. 2 ടേബിൾ സ്പൂൺ ഓയിലിലേക്ക് ഉള്ളിയിട്ട് വഴറ്റാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ടിട്ട് ഇളക്കുക. ഇനി മല്ലിയില ഇട്ട് ഇളക്കാം. രണ്ട് ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പിട്ട് ഇളക്കി യോജിപ്പിക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി ഓയിൽ ഉപയോഗിക്കാവുന്നതാണ്. ഞാൻ കുറച്ച് ഓയിൽ മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. ഉടച്ചു വെച്ച ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർക്കുക. ഇനി സ്റ്റൗ ഓഫാക്കിയിട്ട് കുറച്ച് നേരം തണുക്കാൻ വേണ്ടി വെക്കാം. ഫില്ലിംഗ് റെഡിയായി. ആട്ട ഞാൻ നേരത്തെ കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. സാദാ ചപ്പാത്തിക്കുള്ള ഉരുളയേക്കാൾ കുറച്ചുകൂടി സൈസ് കൂട്ടിയാണ് ഉരുള ഉരുട്ടിയത്. ഇനി ഇത് ചെറുതായി പരത്തി നടുക്ക് ഫില്ലിങ് വെച്ച് ഇതുപോലെ കൂട്ടി വെച്ച് എക്സ്ട്രാ മാറ്റി വെക്കാം. എന്നിട്ട് പരത്താം. ഇനി ഇതുപോലെ ബാക്കിയുള്ളതും കൂടി ഞാൻ പരത്തിയെടുക്കട്ടെ. പറാത്തയുടെ 2 സൈഡും വെന്തതിന് ശേഷം നിങ്ങൾക്ക് ബട്ടറോ ഓയിലോ പരട്ടി കൊടുക്കാവുന്നതാണ്. ടൊമാറ്റോ ചട്നിക്കായി 5 തക്കാളിയും 1 മീഡിയം സൈസ് ഉള്ളി, 1/2 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചി, 1 പച്ചമുളക് എന്നിവയാണ് എടുത്തത്. മുറിച്ച ഉള്ളിയിൽ നിന്ന് 3/4 ഭാഗം ഉള്ളിയും തക്കാളിയും ഇഞ്ചിയും മിക്സിയിൽ അരച്ചെടുക്കാം. കുറച്ച് ഓയിലിലേക്ക് കടുക്, കറിവേപ്പില, ചുവന്ന മുളക് എന്നിവ ഇട്ട് വറുക്കാം. ബാക്കി വെച്ചിരുന്ന ഉള്ളിയും പച്ചമുളകും ഇട്ട് വഴറ്റാം. ഉള്ളി വഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ചു വെച്ച ഉള്ളിയും തക്കാളിയും ചേർക്കാം. വെള്ളം നിങ്ങൾ ഇപ്പോൾ ചേർക്കരുത്. വെള്ളം കുറച്ച് വെന്തതിന് ശേഷം മാത്രമേ ചേർക്കാവൂ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് ഇളക്കി ഫ്ലെയിം കുറച്ച് ഒരു 10 മിനിറ്റ് അടച്ച് വേവിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഇത് ഇളക്കി കൊടുക്കേണ്ടതാണ്.
ഏകദേശം വേവായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. രണ്ട് മിനിറ്റ് ഇനി അടച്ചു വെച്ച് തിളപ്പിക്കാം. ഇനി പുതിന ചട്നിയാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് പുതിന നന്നാക്കിയിട്ടുണ്ട്. ഇനി പുതിനയുടെ തണ്ട് എടുത്തിട്ടില്ല, ഇല മാത്രമാണ് എടുത്തത്. ഒരു പൊടി പുതിന ഇലയാണെങ്കിൽ എടുക്കുന്നതെങ്കിൽ അരപ്പിടി മല്ലിയില മാത്രമേ വേണ്ടൂ. അര ഇഞ്ചി വലുപ്പത്തിലുള്ള ഇഞ്ചി, പച്ചമുളക് നിങ്ങൾക്ക് ആവശ്യാനുസരണം കൂട്ടാം, അര കപ്പ് തൈര്, ഇവയെല്ലാം മിക്സിയിൽ അരച്ചെടുത്ത് ഉപ്പും ചേർത്ത ചട്നി റെഡിയായി. ആലു പൊറോട്ടയും പുതിന ചട്നിയും ടൊമാറ്റോ ചട്നിയും റെഡിയായി. ഇനി ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി കഴിക്കുക. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക് യു.